നിധിശേഖരമുള്ള തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും സ്വർണവും വജ്രവും ഉൾപ്പെടെ നഷ്ടപ്പെട്ടു എന്ന് പോലീസ് റിപ്പോർട്ട്. അറ്റകുറ്റപ്പണിക്കായി പുറത്തു കൊണ്ടുപോയ വിലപിടിപ്പുള്ള വസ്തുക്കൾ തിരിച്ചെത്തിച്ചില്ലെന്നും ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന വൈരനാമ കുറച്ചു നാളുകളായി കാണാനില്ലെന്നും ആഭ്യന്തര സെക്രട്ടറിക്ക് DGP നൽകിയ റിപ്പോർട്ടിലുണ്ട്. വിഷയത്തിൽ സർക്കാർ ഇടപെടുമെന്നും മോഷണം തടയുമെന്നും ദേവസ്വം മന്ത്രി K. മുരളീധരൻ പ്രതികരിച്ചു. ഗുരുതരമായ വിവരങ്ങളാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് DGP നൽകിയ റിപ്പോർട്ടിലുള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പല വിലപിടിപ്പുള്ള വസ്തുക്കളും അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ എത്തിച്ചിട്ടില്ല. ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന വൈരനാമം കാണാതായിട്ട് കുറച്ചു നാളുകളായി. സ്വർണവും വജ്രവും ഇടയ്ക്കിടെ കാണാതാകുന്നു. ഭക്തർ സംഭാവനയായി നൽകിയ സ്വർണം ഉൾപ്പെടെ ചില അമൂല്യ വസ്തുക്കൾ കാണാതായി. സംഭാവന ചെയ്ത 78 ഗ്രാം സ്വർണത്തിലും കുറവ് വന്നിട്ടുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ആദിത്യവർമ്മയുമായി ബന്ധമുള്ള ചില വ്യക്തികൾ സുരക്ഷാ ക്രമീകരണം മറികടന്ന് ക്ഷേത്രത്തിൽ കയറുന്നുവെന്നും രാജകുടുംബവുമായി ബന്ധമുള്ളവർ ക്ഷേത്രത്തിന്റെ സുരക്ഷയ്ക്ക് തടസ്സമാകുന്നുവെന്നും ഇന്റലിജൻസ് പോലീസിനെ അറിയിച്ചു. ഇന്റലിജൻസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഞെട്ടിക്കുന്ന വിവരങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ റിപ്പോർട്ടിൽ നടപടികൾക്ക് സ്വീകരിക്കേണ്ട അവിടെ ഒരു കമ്മിറ്റിയുണ്ട്. രാവിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയും ഞാനുമായി സംസാരിച്ചു. അവരാണ് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്. അദ്ദേഹം നിങ്ങളോട് വിശദീകരിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് ദേവസ്വം മന്ത്രി K. മുരളീധരൻ പ്രതികരിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊരു ഭരണസമിതിയുണ്ട്, നിങ്ങൾക്കറിയാം. അത് കോടതിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗങ്ങൾ അതിലുണ്ട്. അപ്പോൾ അവരോട് ആഭ്യന്തര മന്ത്രാലയം അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. കർശന സുരക്ഷ മറികടന്ന് ചില ക്ഷേത്രത്തിനുള്ളിൽ കയറിയിറങ്ങുന്നതും ക്ഷേത്രവുമായി ബന്ധമുള്ള ചിലരുടെ സ്വാധീനം ദുരുപയോഗപ്പെടുത്തുന്നുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ക്ഷേത്രത്തിലെ സ്വർണ്ണക്കട്ടികൾ സൂക്ഷിക്കുന്നതടക്കമുള്ള ക്രമീകരണം മാറ്റണമെന്നും DGP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.